ആശ്രമ മൈതാനം മാലിന്യം കൊണ്ട് നിറയുകയാണ്. പ്ലാസ്റ്റിക് മുതൽ കക്കൂസ് മാലിന്യം വരെയാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. മൈതാനത്തിന് തെക്കുവശത്ത് കുഴിയെടുത്താണ് മിക്കപ്പോഴും മാലിന്യങ്ങൾ മറവ് ചെയ്യാറുള്ളത്. കൊല്ലം പൂരത്തിന് ആനയെ നിർത്തുന്ന സ്ഥലമാണിത്. കുഴിയെടുത്ത് ഇവിടെയാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. മൈതാനിയിൽ രാവിലെ യോഗയ്ക്കും വ്യായാമത്തിനുമായി നിരവധി പേരാണ് എത്തുന്നത്. പകൽ മുഴുവൻ ഡ്രൈവിംഗ് പരിശീലനത്തിനും ആളുകൾ എത്താറുണ്ട്. ഇപ്പോൾ ദുർഗന്ധം മൂലം പരിസരത്ത് ആരും വരാറില്ല. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ 2 കാവൽക്കാരെയും വൃത്തിയാക്കുന്നതിനായി ശുചീകരണ തൊഴിലാളികളെയും നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ശുചീകരണ തൊഴിലാളികളെയും കാവൽക്കാരെയും പിൻവലിച്ചിരിക്കുകയാണ്. മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലമായി മൈതാനം മാറിയിരിക്കുന്നു. മൈതാനത്തിനു ചുറ്റും 4 വരി പാതയിൽ പകുതിയോളം സ്ഥലത്ത് തെരുവ് വിളക്കുകളും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. കാടുകയറിയ പാതകൾ ഇഴജന്തുക്കളുടെ വാസകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പ്രഭാത സായാഹ്ന സവാരിക്കാരും സഞ്ചരിക്കുന്ന പാതയിലും മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അധികൃതർ അടിയന്തര നടപടിക്ക് തയ്യാറെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രകൃതിരമണീയമായ ആശ്രമ മൈതാനത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി പരമശോചനീയമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 3 ആഴ്ചയ്ക്ക് മുമ്പ് എക്സിബിഷൻ നടന്ന് തീർന്നതിൻ്റെ ഫലമായി ആശ്രാമം മൈതാനത്ത് വമ്പൻ കുഴികളെടുത്ത് ആ കുഴിയുടെ ഭാഗത്ത് ഇങ്ങിറക്കി സെപ്റ്റിക് ടാങ്ക് കൃത്രിമമായി ഉണ്ടാക്കിയതിന് ശേഷം ആ മലമൂത്ര വിസർജനം നടത്തിക്കൊണ്ടിരുന്നു. എക്സിബിഷൻ തീർന്ന് അവരവരെ പാട്ടിന് പോയതിനു ശേഷം റിങ്ങിൻ്റെ സ്ലാബ് ഇളക്കി മാറ്റി അതിനകത്ത് ആളുകൾ മാലിന്യങ്ങൾ കൊണ്ടിടുകയും അന്നത്തെ മലവും മൂത്രവും എല്ലാം മഴ പെയ്ത് കെട്ടിക്കിടർന്നിപ്പോൾ മൈതാനത്തേക്ക് ഒലിച്ചു തുടങ്ങിയപ്പോഴാണ് ആളുകളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.